ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം TVKയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA-മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ
കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൗരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും, PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൗരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്കിഷെ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യ മേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MP-മാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14, 15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യയും മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും.
കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.